കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്താകെ നവീകരിച്ച റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി PW ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നിർമ്മാണവും പുനർനിർമ്മാണവും നടത്തിയ റോഡുകളുടെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരവും ചരിത്രപരവുമായ ഒരു ദിനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലും പൊതുമരാമത്ത് വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച 60-ലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലുടനീളം സമർപ്പിക്കപ്പെടുകയാണ്. ഇവ വെറും റോഡുകൾ മാത്രമല്ല, അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന, വികസനം വളർത്തുന്ന, കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളാണ്. 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 50-ലധികം റോഡുകൾ പരിവർത്തനം ചെയ്യപ്പെട്ടു. ദശലക്ഷക്കണക്കിന് കേരളീയർക്ക് സുഗമമായ യാത്ര, മെച്ചപ്പെട്ട സുരക്ഷ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ സാങ്കേതിക വിദ്യ, സുസ്ഥിരത എന്നിവ സംയോജിപ്പിച്ച് 12 സ്മാർട്ട് റോഡുകൾ പൂർത്തിയാക്കി. ആധുനികവും ഉൾക്കൊള്ളുന്നതുമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തി, ഭരണപരമായ കാര്യക്ഷമത, ജനങ്ങളുടെ അചഞ്ചലമായ പിന്തുണ എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്നതിന്റെ തെളിവാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതികൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, വികസനത്തിനായുള്ള നമ്മുടെ സമീപനത്തിലും അവ പുരോഗതിയുടെ പ്രതീകമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വികസനത്തിനാകെ തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന അവസരമാണ് ഇപ്പോൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പരിപാടികളെന്ന് പറഞ്ഞാൽ ഈ 4 വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എക്സിബിഷൻ രൂപത്തിൽ, അതുപോലെ തന്നെ 1ാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചെയ്ത വൻകിട പദ്ധതികളുടെ തുടർച്ച, ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന എക്സിബിഷൻ 14 ജില്ലകളിലും സംഘടിപ്പിച്ചിരിക്കുകയാണ്. UDF പാർട്ടികൾ ഈ വാർഷികാഘോഷത്തിനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അവർ ബഹിഷ്കരിച്ചെങ്കിലും വൻപിച്ച ജനക്കൂട്ടമാണ് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയിലാണ് സമാപനം കുറിക്കുന്നത്. ഈ മാസം, അതായത് 17-ാം തീയതി കനകക്കുന്നിൽ എക്സിബിഷന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റിവലും തുടങ്ങി കുടുംബത്തോട് നമുക്കെല്ലാവർക്കും പങ്കെടുക്കുവാൻ പറ്റുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, കേരളത്തിലെ 14 ജില്ലകളിലും വിവിധ രംഗങ്ങളിൽ വ്യക്തിത്വങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യക്തികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ആ ജില്ലയിലെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മെയ് മാസം 23-ാം തീയതി രാവിലെ 10 മണിക്ക് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ കൂടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. 23-ാം തീയതി വൈകുന്നേരം ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള മഹാറാലി പുത്തരിക്കണ്ട മൈതാനിയിൽ സമാപിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതും സൂചിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ
വീണ്ടും കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഒത്തൊരുമയോട് നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ PWD രംഗത്ത് ഒരു ഉടർച്ച വാർക്കലാണ് നടന്നിട്ടുള്ളത്. അഴിമതിരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി തന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവാരം നിലനിർത്തുക, ഇതെല്ലാം മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പോലും കഴിയില്ല. ഏറ്റവും കൂടുതൽ UDFന്റെ ഭരണകാലഘട്ടത്തൊക്കെ ഏറ്റവും കൂടുതൽ അഴിമതി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പൊതുമരാമത്ത് രംഗത്താണ്, PWD രംഗത്താണ്. പാലത്തിന്റെ ആയിരുന്നാലും റോഡിന്റെ ആയിരുന്നാലും ആ നിലയിൽ PWD എടുക്കുന്ന ഏത് വർക്കിന്റെ കാര്യത്തിലായിരുന്നാലും അതിലൊരു അഴിമതിയുടെ അംശം ഉണ്ടാകുമായിരുന്നു. എന്ന് മാത്രമല്ല, സമയത്തിന് പൂർത്തീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ടാണ് PWD രംഗത്ത് ഒരു മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ 14 മണ്ഡലങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച 12 റോഡുകൾ തലസ്ഥാന നഗരിയിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർക്ക്. പക്ഷേ ഇന്ന് ഈ 12 റോഡുകളും ഏത് നിലയിലാണ് മെച്ചപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളവരും നമ്മളെല്ലാം കണ്ടവരാണ്. നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നെങ്കിൽ ആ നടത്തേണ്ട സ്ഥലത്ത് മാത്രമേ അവിടെ നടത്താൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കുവാനും സഹകരിക്കുവാനും തയ്യാറായ നിരവധി ആൾക്കാർ ഉണ്ട്. അവരോടൊക്കെ തന്നെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും PWD ഡിപ്പാർട്ട്മെന്റിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഇനിയും ഞങ്ങളെ എല്ലാം സഹായിക്കണമെന്നുള്ള കാര്യവും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റോഡുകൾ ഉദ്ഘാടനം ചെയ്തതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.